ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളും ട്യൂഷനൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എണീറ്റത്. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എണീറ്റ് വന്നപ്പോൾ. പിന്നെ വന്നിട്ട് വേഗം അടിക്കലും തുടയ്ക്കലും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ പാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തറവാട്ടേക്കുള്ള പാല് മുകളിൽ കടയിലാണ് കൊണ്ടുവന്ന് വയ്ക്കുക. അവിടെ പോയിട്ട് എടുത്തിട്ട് വരണം. അപ്പോൾ ഇളയിച്ചാണ് കേട്ടോ അതൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പാലൊഴിച്ചിട്ട് കൈയോടെ കുപ്പി കഴുകി വെച്ചു. അത് പൊട്ടണ കുപ്പിയാണ് കേട്ടോ. ഒരു കുപ്പി തന്നെ പൊട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ചായക്കുള്ള വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കുട്ടികളും ഏട്ടനൊന്നും എണീറ്റില്ല. അതുകൊണ്ട് എനിക്ക് മാത്രമുള്ള ചായക്കുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. പാല് തിളച്ചിട്ടും ചായ തിളച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അടുപ്പൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ചായ വെക്കുന്നത്. ഇന്ന് ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെ പുട്ടുപൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. വെള്ളക്കടലല്ലേ, അതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പുട്ടുംപാനി അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ജലദോഷത്തിൻ്റെ ചെറിയൊരു ലക്ഷണം കിട്ടും. അപ്പോൾ ഒന്ന് ആവി പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ചൂടായി വരുന്ന നേരം കൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് കറിക്കുള്ളത് സെറ്റാക്കി വെച്ചു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മോളും മോനൊക്കെ എണീറ്റ് വന്നിട്ട് എണ്ണയൊക്കെ തേക്കും കുളിക്കാൻ പോവുകയൊക്കെ തുടങ്ങുമായിരുന്നു. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു തക്കാളി നമ്മളെ തൊടിയിലുണ്ടായതാണ് കേട്ടോ. നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേറെ തക്കാളി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇട്ട് കൊടുത്തത്. ഞാൻ എപ്പോഴും കടലക്കറി വയ്ക്കുമ്പോൾ കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് മസാലപ്പൊടിയായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ട് കടലയിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ കേട്ടോ ചെയ്യുക. ഒരു 4 വിസിലടിക്കുമ്പോഴേക്ക് കടല വേവും. അപ്പം ഞാൻ കടല അടുപ്പത്ത് വെച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു കേട്ടോ. തൊഴുത് വന്നത് തേങ്ങ ചിരകിയും കൊണ്ടിരിക്കുമ്പോഴാണ് ഇളയിച്ച് വന്നത്. അപ്പോൾ അവൾ ഇന്നലെ എന്തോ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ പാത്രം കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. പിന്നെ കറി ആയോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഉണ്ടാക്കിയ കറി മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിങ്ങനെ മാറ്റി വിട്ടു. പിന്നെ ഞാൻ വേഗം പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചു. അപ്പോഴേക്കും ഓരോരുത്തരും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പം ഞാൻ ആദ്യം ചില്ലിട്ടു കേട്ടോ പുട്ടിൻ്റെ. നമ്മുടെ ഹരിശേഷോകം ചോദിക്കുന്നത് എന്ത് ഈ പുട്ട് തന്നെ വേണമെന്ന് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ. ഞാൻ പുട്ടിനുള്ള പൊടി ഇതാക്കിയിട്ടുണ്ട്. പൊടി നനയ്ക്കുമ്പോൾ തന്നെ ഒരു മണം വരും കേട്ടോ. ഞാനൊക്കെ ചെറുതാകുമ്പോൾ അങ്ങനെ വാടിയിൽ നമുക്ക് ചോളത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതും കൊണ്ടുള്ള ഉപ്മാവാണ് കേട്ടോ കിട്ടുക. അതിൻ്റെ ഒരു മണമാണ് ഈ ഒരു പൊടി നനയ്ക്കുമ്പോൾ. പിന്നെ ഞാൻ അവർക്കൊക്കെ ഉള്ള ചായയും കൂടിയും വെച്ചു കേട്ടോ. ഏട്ടനും മോൾക്കുള്ളതാണ്. മോനാണെങ്കിൽ ചായ കുടിക്കില്ല. അപ്പോൾ ഏട്ടന് ശർക്കര ഇട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അത് ഓരോരുത്തർ വിശക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വേഗം തേങ്ങ അരച്ച് പാലും കൂടി ചെയ്തു കേട്ടോ കറിയിൽ. അങ്ങനെ കറി റെഡിയായി. പിന്നെ അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം തറവാട്ടേക്കും കുറച്ച് വേണം പറഞ്ഞു. അപ്പോൾ പിന്നെ വെള്ളം കുറച്ച് നീട്ടി വെച്ച് ഞാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ കഴിക്കുകയും ചെയ്യും. കറി റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ഇതാ പുട്ടും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോറിന് തീ കത്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിനുള്ള വെള്ളമാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാത്രത്തിൽ ചുക്കുവെള്ളം വെക്കാനുള്ള വെള്ളവും ഒന്നിൽ ചോറ് വെക്കാനുള്ള വെള്ളമാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ഫിൽറ്റർ ഇപ്പോൾ നേരേക്കും കൊണ്ട് വേഗം വെള്ളം നിറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതാ ലാസ്റ്റത്തെ ഒരു കുറ്റി പുട്ടുണ്ടായിരുന്നു. അതും കൂടി വെക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു കേട്ടോ. പിന്നെ ഞാനും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കിതിലേക്ക് കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനപ്പോൾ ചായയും പിന്നെ അതാ ഉപ്പുമാവ് പുട്ടും ആണ് എടുത്തത്. അത് കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഉച്ചയ്ക്കുള്ള കറിയും കൂടി വേവിക്കാമെന്ന് വിചാരിച്ചു. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ എൻ്റെ പണി തന്നെ ഒരുങ്ങില്ല കേട്ടോ. 1 മണിയൊക്കെ ആവും ഉച്ചയ്ക്ക് ഭക്ഷണം ആകുമ്പോഴേക്ക്. ഞാനിങ്ങനെ അവർ വർത്താനം പറയുമ്പോൾ അവിടെ അവരടുത്ത് വർത്താനം പറഞ്ഞിട്ടൊക്കെ അങ്ങനെ സമയം പൂട്ടും. ചെള്ളിച്ചൊക്കെ വേഗം പണിയെടുക്കും. പിന്നെ അത് അന്നലെ കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഇതാ മോനൊരു മൂസമ്പി കൊടുത്തിട്ട് അതുകൊണ്ട് ജ്യൂസ് അടിച്ച് തരാൻ പറഞ്ഞു. ഇങ്ങനെ സമയം പോവുകയുള്ളൂ ചെയ്യാം. പിന്നെ ചോറ് വന്നപ്പോൾ വേഗം അതങ്ങ് ഊറ്റി വെച്ചു. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാഷ് ബേസിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടല്ലോ, അത് ഓരോന്നും കഴിയുമ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് കേട്ടോ എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അതൊന്ന് കഴുകി വെച്ചു. പിന്നെ അതാ സോപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ കുക്കറിൽ കൂർക്കയാണ് അടുപ്പത്തിടുന്നത്. അപ്പോൾ അതൊന്ന് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചുക്കുവെള്ളം റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ചുക്കുവെള്ളപ്പൊടി ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കുറച്ച് ചുക്കുവെള്ളപ്പൊടി തിളപ്പിച്ചിട്ട് കളറാകുമ്പോൾ ആ വെള്ളത്തേക്ക് അരിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതാ കോളിഫ്ലവറും കൊണ്ട് ഒരു മസാല പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അതാ നമ്മുടെ മൂസമ്പി എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അവർ ടി വി കാണുന്ന ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും. പിന്നെ അതായി കഴിഞ്ഞപ്പോൾ അവർക്ക് കണക്കും കൊടുത്തു. പിന്നെ ഞാൻ അമ്മൂനും കൂടി കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. പക്ഷേ കോളിഫ്ലവർ ഉണ്ടാക്കിയത് മാത്രം പണി വാളിപ്പോയി. മസാലയൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ടൊരു മസാല പോലെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, അത് കഴുകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ വന്ന് നോക്കൂട്ടോ. എന്നിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് ഇരിക്കും. പിന്നെ എന്താ കറിയായിട്ട് രസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പാത്രം കഴുകിയതൊക്കെ കയ്യോടെ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ഞാനിതാ കഷ്ണം അരിയുടെ പലകയാണ് കേട്ടോ. അപ്പോൾ ആ പലകയും കഴുകിയിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടി വെച്ചു.
പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണെന്ന് വെച്ചെങ്കിൽ അടിച്ചു വരുന്ന പണിയും പാത്രങ്ങൾ എടുത്തു വയ്ക്കുന്ന പണിയും മോൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ ഒരുങ്ങി പറഞ്ഞപ്പോൾ അവൾ വേഗം വന്നിട്ട് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറിനും കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു